അധികാര വികേന്ദ്രീകരണത്തിന് പുതിയ മാനിഫെസ്റ്റോ കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തേവലക്കരയിൽ UDF തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2026-ൽ 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. അധികാര വികേന്ദ്രീകരണത്തിന് പുതിയ മാനിഫെസ്റ്റോ കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തേവലക്കര ജംഗ്ഷനിൽ UDF തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3.5 ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് തെരുവുനായയുടെ കടിയേറ്റത്. തെരുവുനായ ശല്യത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കും. കുടുംബശ്രീയിലെ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കും. തൊഴിലുറപ്പ് നവീകരിക്കും. 2026-ൽ 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബശ്രീയിലെ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കും. ഒരു പുരുഷനെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കും. നിങ്ങൾ അവരോട് പോയി പറഞ്ഞേക്ക്, UDF പറയുന്ന വാക്കാണ് അതാണ്. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി നവീകരിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മാറ്റമുണ്ടാക്കും. പദ്ധതി പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടാകും. പദ്ധതി നിർവഹണം ഫലപ്രദമായി നടപ്പാക്കും. ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരന്റെ കണ്ണീര് തുടയ്ക്കാൻ, അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ മാറ്റങ്ങളുമായിട്ടാണ് UDF വരുന്നത്. ആ മാറ്റം അടുത്ത മഹായുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള മാറ്റമാണ്. ഞാൻ അവസാനിപ്പിക്കുക. 2026-ൽ 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കൊല്ലത്തും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ തിരിച്ചുവരവ് UDF-നുണ്ടാകണം. അതിനുവേണ്ടി പോരാടണം. അന്തിമമായ വിജയം നമ്മുടേതാണ്. DCC ജനറൽ സെക്രട്ടറി വിഷ്ണു വിജയൻ അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ KC രാജൻ, ജനറൽ സെക്രട്ടറിമാരായ P ജെർമിയാസ്, സൂരജ് രവി, സൈമൺ അലക്സ്, UDF കൺവീനർ ജസ്റ്റിൻ ജോൺ, മുസ്ലിം ലീഗ് നേതാവ് ഷിഹാബുദ്ദീൻ, കോകില രാമചന്ദ്രൻ, ജയകുമാർ, ഗിരീഷ് കുമാർ, ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.